വെൽനെസ് പ്രൊഡക്റ്റുകളാണ് നമ്മുടെ കയ്യിലുള്ളത്. വെൽനെസ് എന്ന് പറഞ്ഞാൽ നാം രോഗികളായിട്ട് കഴിക്കുന്ന മരുന്നുകളല്ല, രോഗം വരാതെ കാത്തു സൂക്ഷിക്കുന്നതിനുള്ള നല്ല പോഷകാഹാരമാണ്. അതാണ് വെൽനെസ്, അതാണ് നമ്മുടെ കയ്യിലുള്ളത്. ഒരു പക്ഷേ ലക്ഷങ്ങൾ മതിയാവാത്ത തരത്തിലുള്ള ചികിത്സയിലേക്ക് നയിക്കുന്ന രോഗങ്ങളെ തടയാൻ ഒരു പക്ഷേ ഈ പോഷകാഹാരങ്ങളാകുന്ന നമ്മുടെ കയ്യിലുള്ള അമൂല്യമായ ഔഷധമാകുന്ന ഈ വസ്തുക്കൾക്ക് കഴിയും. അതുകൊണ്ട് തന്നെ നാം എടുക്കുന്നതും കൊടുക്കുന്നതും മാത്രം ശ്രദ്ധിച്ചാൽ മതി എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവണം. യഥാർത്ഥത്തിൽ ബിസിനസ് ആവശ്യവും ക്യാഷിന്റെ ആവശ്യവുമായി കടന്നു വന്ന നമുക്ക് ഈ പ്ലാറ്റ്ഫോമിൽ നിന്ന് ജനസേവനമാണ് ഏറ്റവും കൂടുതൽ പ്രധാനമായി നമുക്ക് ലഭിക്കുന്നതും ആ സേവനം ചെയ്യാനുള്ള ഒരു അവസരവുമാണ് നമ്മുടെ കയ്യിലേക്ക് വന്നിട്ടുള്ളത് എന്ന യാഥാർത്ഥ്യമാണ് നാം ആദ്യം തിരിച്ചറിയേണ്ടത്. നമ്മളൊരു പ്രൊഡക്റ്റ് കൊണ്ടുപോയി കൊടുക്കുമ്പോൾ പ്രധാനമായി ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. ഇത് എന്തിനാണ്, ഇത് ആർക്കാണ് കൊടുക്കേണ്ടത്, അതുപോലെ ഇതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്താണ്, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ചില ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അതിന് ഒരു കൃത്യമായ മറുപടി നമ്മുടെ ഭാഗത്ത് നിന്ന് വേണം. നാം സാധാരണ ഏത് വീട്ടിലും ഏത് സ്ഥലത്തും ഉണ്ടാവേണ്ടുന്ന ചില, ഒരു വാഹനത്തിലാണെങ്കിൽ തന്നെ ഒരു ഫസ്റ്റ് എയ്ഡ് ബോക്സ് ഉണ്ടാവും. അതിൽ അത്യാവശ്യം മുറിവ് പറ്റിയാലുള്ള മരുന്നുകൾ വെച്ച് കെട്ടാനുള്ള ഉപകരണങ്ങളൊക്കെ ഉണ്ടാവും. എന്നതുപോലെ നമ്മുടെ വീടുകളിൽ തന്നെ ഒരു ഫസ്റ്റ് എയ്ഡ് ബോക്സ് എന്ന രൂപത്തിൽ വളരെ പ്രധാനപ്പെട്ട വേണ്ട ചില സംഗതികളുണ്ട്. ബിലോ 37, നോവേദന ജെല്ല്, അതുപോലെ ചാമ്പി തൈലം, വൂണ്ട് ഹീൽ, ഇങ്ങനെ പ്രധാനപ്പെട്ട ചില വസ്തുക്കൾ നമ്മുടെ വീട്ടിൽ എപ്പോഴും വേണം. ഈ വസ്തുക്കൾ ഇതെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുമ്പോൾ ഇത് എന്തിന്, എപ്പോഴും ഏത് രൂപത്തിൽ ഉപകാരം കിട്ടുമെന്നൊക്കെ ഒന്ന് മനസ്സിലാക്കി കൊടുക്കാനെങ്കിലും നമുക്ക് കേവലം ഒരു അറിവുണ്ടായിരിക്കൽ അത്യാവശ്യമാണ്. അതുകൊണ്ട് എല്ലാ പ്രൊഡക്റ്റ് ട്രെയിനിങ്ങിലും ഏതെങ്കിലും ഒരു ഉൽപ്പന്നവുമായി വരും. അതിനെക്കുറിച്ച് എനിക്കറിയുന്ന ചില സംഗതികളൊക്കെ ഷെയർ ചെയ്യും. ഇങ്ങനെയാണെങ്കിൽ ഇന്നൊരു 4-5 പ്രൊഡക്റ്റുകളെ കുറിച്ച് ചെറിയ വിവരണങ്ങൾ നൽകാനാണ് ഉദ്ദേശിക്കുന്നതും നിർദ്ദേശങ്ങളും അങ്ങനെയാണ്. അതുകൊണ്ട് നമുക്ക് ഇന്ന് വ്യാപകമായി കാണുന്ന ഒന്നാണ് പനി എന്ന് പറയുന്നത്. ഏത് ഭാഗത്ത് ചെന്നാലും എവിടെ ചെന്നാലും ഏത് പ്രദേശത്ത് പോയാലും സീസൺ മാറിയാലും ഇല്ലെങ്കിലും സാധാരണ നിലക്ക് പറയും നല്ല പനിയായിരുന്നു. അല്ലെങ്കിൽ ഒരു യാത്ര കഴിഞ്ഞ് വന്നാൽ പറയും ഞാൻ 2-3 ദിവസമായിട്ട് യാത്ര ആയിരുന്നു, ഇന്ന് ഭയങ്കര ക്ഷീണവും ചെറിയ പനിയൊക്കെ ഉണ്ട് എന്ന് പറയും. അല്ലെങ്കിൽ ഒരു കാലം ഒന്ന് മഴ പെയ്തു വരുമ്പോൾ പറയും ഇന്ന് കുറച്ചു ദിവസമായിട്ട് മഴയില്ല അതുകൊണ്ട് പനിയാണെന്ന് പറയും. അധ്യാപകരായ ആളുകൾക്കൊക്കെ അറിയാം, മദ്രസയിലും സ്കൂളിലും ഒക്കെ കുട്ടികളൊക്കെ കുറഞ്ഞു പോകും സീസൺ എത്തുമ്പോൾ പനി കാരണം. എന്നാൽ ഈ പനി നമുക്കൊന്ന് മനസ്സിലാക്കി എടുക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താണ് പനി എന്നും അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന സേവനങ്ങൾ എന്തൊക്കെയാണെന്നും മനസ്സിലാക്കണം. യഥാർത്ഥത്തിൽ ബിസിനസ് ആവശ്യവും ക്യാഷിന്റെ ആവശ്യവുമായി കടന്നു വന്ന നമുക്ക് ഈ പ്ലാറ്റ്ഫോമിൽ നിന്ന് ജനസേവനമാണ് ഏറ്റവും കൂടുതൽ പ്രധാനമായി നമുക്ക് ലഭിക്കുന്നതും ആ സേവനം ചെയ്യാനുള്ള ഒരു അവസരവുമാണ് നമ്മുടെ കയ്യിലേക്ക് വന്നിട്ടുള്ളത് എന്ന യാഥാർത്ഥ്യമാണ് നാം ആദ്യം തിരിച്ചറിയേണ്ടത്. സാമ്പത്തികമായി ഒരുപക്ഷെ കോടികൾ സമ്പാദിക്കാൻ കഴിയാത്തവരുണ്ടാവും, ലക്ഷങ്ങൾ കിട്ടിയവരുണ്ടാവും, 10,000 കിട്ടിയവരും ഉണ്ടാവും. എങ്കിലും അതിലുപരി കോടീശ്വരന്മാരായ നമ്മുടെ ലീഡേഴ്സ് ആണെങ്കിലും അതിന് താഴെയുള്ളവരാണെങ്കിലും സേവനം ചെയ്യാൻ നമുക്കും അവരെ പോലെ പറ്റും. നാം ഒരു ബിലോ 37 എന്ന് പറയുന്ന പനിക്കെതിരെ പ്രവർത്തിക്കുന്ന ഉൽപ്പന്നം കൊടുക്കാൻ നമുക്കും നമ്മുടെ ലീഡേഴ്സിനും ഒരുപോലെ കഴിയും. പക്ഷെ നാം അതിനെക്കുറിച്ച് ചെറിയ ബോധമുണ്ടാവണം. എന്താണ് പനി? നമ്മുടെ ശരീരത്തിൽ സാധാരണ താപനില 37.5, 37.5നും 38.3നും എന്ന് പറഞ്ഞാൽ 37നും 38നും ഇടയിലാണ് സാധാരണ നിലക്കുള്ള ഒരു താപനില ഉണ്ടാവുന്നത്. ഇതിൽ നിന്ന് വ്യത്യാസം വരുമ്പോഴാണ് കൂടിയ പനികളായി മാറുന്നത്. അപ്പൊ അതിനും താഴെ ഇങ്ങനെ നിൽക്കണം, ബിലോ 37. അതിന്റെ താഴേക്ക് വന്നുകൊണ്ട് നമ്മുടെ താപനില നിലനിർത്താൻ വേണ്ടിയുള്ള പ്രൊഡക്റ്റ് നമ്മുടെ കയ്യിലുണ്ട്. പക്ഷെ നമുക്ക് പലതും അറിയാത്തത് കൊണ്ടാണ്. എന്നാൽ ഏത്
ഏത് സമയത്തും നമ്മുടെ ശരീരത്തിന് പനി ബാധിച്ചാൽ എല്ലാം തകരാറിലല്ല. പനി നമുക്ക് ചില സമയത്ത് അനുഗ്രഹമാണ്. നമ്മുടെ ശരീരത്തിലുള്ള പ്രതിരോധ ശേഷി കാണിക്കുന്ന ഒന്നാണ് പനി. അതുകൊണ്ട് തന്നെ പനി ഉയർന്നതാണെങ്കിലും അത് കുറവാണെങ്കിലും അതിനെ അവഗണിക്കാൻ പറ്റില്ല. ഏത് രൂപത്തിലാണെന്ന് അറിയില്ല. ഞാൻ ചെറിയ രൂപത്തിലേ ഇന്ന് പോകുന്നുള്ളൂ. വിവിധ കാരണങ്ങൾ കൊണ്ട് പനി ഉണ്ടാവാം. നോട്ട് ചെയ്യുന്നവർക്ക് സൗകര്യമാണെങ്കിൽ ചെയ്തു വെക്കാം. എന്തൊക്കെ കാരണം കൊണ്ട് സാധാരണ നിലക്ക് പനി ഉണ്ടാകുന്നത്? ഒന്നാമത്തത് ഒരു ഇൻഫെക്ഷൻ കാരണം. ഏതെങ്കിലും ശരീരത്തിലേക്ക് ഇൻഫെക്ഷൻ വന്നാൽ, അണുബാധ സംഭവിച്ചാൽ പനി ഉണ്ടാവും. രണ്ടാമത് ഇഞ്ചുറി എന്ന് പറഞ്ഞാൽ പരിക്ക് പറ്റുക. ഏതെങ്കിലും പരിക്കുകൾ, പലതരത്തിലുള്ള അപകടങ്ങൾ സംഭവിച്ചാൽ, മുറിവുണ്ടായാൽ, ചതവുണ്ടായാൽ, ഒടിവുണ്ടായാൽ, വീണുപോയാൽ എന്ന് വേണ്ട ഏതെങ്കിലും തരത്തിലുള്ള ഒരു പരിക്ക് സംഭവിച്ചാലും ഒരു പക്ഷേ പനി ഉണ്ടാവാം. മറ്റൊന്ന് ഇൻഫ്ലമേഷൻ, വീക്കം, ശരീരത്തിന് നീർക്കെട്ട് കൊണ്ടോ മറ്റോ വീക്കങ്ങളൊക്കെ സംഭവിച്ചാൽ പനിക്ക് സാധ്യത വരും. അതുപോലെ അമിത അധ്വാനം, കഠിനമായ അധ്വാനം. ചില ദിവസം സാധാരണ അധ്വാനിക്കാത്ത ആളുകൾ എന്തെങ്കിലും വീട്ടുജോലികളോ മറ്റോ ആയിട്ട് വലിയൊരു തരത്തിലുള്ള കഠിനാധ്വാനങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ സാധാരണ നിലക്ക് ഒരു പക്ഷെ പനിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ ആണ് മലേറിയ, ടൈഫോയിഡ്, മഞ്ഞപ്പിത്തം. ഈ 3 രോഗങ്ങൾക്കും പനി ഉണ്ടാവും. പനി കൊണ്ടാണ് അത് തുടങ്ങുക. അപ്പൊ അത് മറ്റൊരു രൂപമാണ്. ഇത് കൂടിയ അവസ്ഥയെ അല്ലെങ്കിൽ നാം വളരെ ശ്രദ്ധിക്കേണ്ട രോഗാവസ്ഥയിലേക്ക് പോകുന്ന കാരണങ്ങളാണ്. അപ്പൊ നമുക്ക് അതൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല. എല്ലാ പനിയും നിയന്ത്രിക്കാൻ പറ്റില്ലെങ്കിലും ചില പനികളെ തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ കയ്യിലുള്ള പ്രൊഡക്റ്റ് അതിന് കാരണമായി മാറ്റിവെക്കാം. ബിലോ 37 എന്ന് പറയുന്ന പ്രൊഡക്റ്റ് ആണ് നമ്മുടെ കയ്യിൽ പനിക്കെതിരെ ഉള്ളത്. ഇന്ന് ഈ സമകാലികമായി വരുന്ന കാലഘട്ടത്തിന് അനുസരിച്ച് പുറത്തുനിന്നൊക്കെ എഴുതി കൊടുക്കുന്ന പലതും ഇന്ത്യക്ക് പുറമെ ബാൻ ചെയ്ത, നിരോധിച്ച മരുന്നുകൾ ധാരാളമുണ്ട്. അത് പാർശ്വഫലങ്ങൾ ഉള്ളതാണ് പലതും. കിഡ്നികൾ തകരാറാകുന്നതും വരെ ഉള്ള പല അപാകതകളുമുള്ള മരുന്നുകളാണ് പുറമേ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. എന്നാൽ ഒരുപാട് വിഷയങ്ങൾ അതിനെക്കുറിച്ചുണ്ടെങ്കിലും നമ്മുടെ ഈ ബിലോ 37 എന്ന് പറയുന്ന ആ ഒരു പ്രൊഡക്റ്റ് പനിക്കെതിരെ പ്രവർത്തിക്കുന്നതാണെങ്കിലും അതിലുള്ള കണ്ടന്റുകളെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കിയെടുക്കാം. എന്താണ് അതിൽ മെയിൻ ആയിട്ട്? നിലവേപ്പ് എന്ന് പറയുന്നത് നമ്മൾ കിരിയാത്ത എന്നൊക്കെ സാധാരണ പറയുന്ന സംഗതി. ഈ നിലവേപ്പ്, ചിറ്റാമൃത്, നെല്ലിക്ക, കടുക്ക തുടങ്ങിയിട്ടുള്ളതിന്റെ ഒരു കൂട്ടാണ്. വളരെ പ്രകൃതിദത്തവും അതുപോലെ തന്നെ അനുഗ്രഹവുമായ ഒരുപാട് ഹെർബൽ ഉപയോഗിച്ച അതിന്റെ എക്സ്ട്രാക്റ്റുകളാണ് ബിലോ 37 ഉപയോഗിച്ചിട്ടുള്ളത്. അതിൽ ത്രികടു എന്ന് പറയുന്ന ചുക്ക്, കുരുമുളക്, തിപ്പല്ലി, ഈ തിപ്പല്ലിയും ചുക്കും കുരുമുളകും കൂടിയ 3നും കൂടി പറയുന്നതാണ് ത്രികടു കൂടിയിട്ടുണ്ട്. നിലവേപ്പ്, ചിറ്റാമൃത് ഇങ്ങനെയുള്ള വസ്തുക്കൾ, തുളസി, കുരുമുളക് പോലെയുള്ളവ കൂടിയിട്ടാണ് ബിലോ 37 എന്നതിന്റെ നിർമ്മാണം ഉണ്ടായിട്ടുള്ളത്. അത് അണുബാധക്കെതിരെ പ്രവർത്തിക്കുന്നുണ്ട്. അതിൽ ചിറ്റാമൃത് എന്നൊക്കെ പറഞ്ഞാൽ അണുബാധക്കെതിരെ, നേരത്തെ പറഞ്ഞില്ലേ പനിയുടെ കാരണങ്ങളായ ഇൻഫ്ലമേഷൻ, വീക്കങ്ങൾ, അതുപോലെ ഇൻഫെക്ഷൻ, ഇഞ്ചുറി, ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതിനൊക്കെ പ്രതിരോധിക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള കണ്ടന്റുകളാണ് അതിൽ ഉൾക്കൊണ്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് പാർശ്വഫലങ്ങൾ ഇല്ലാതെ പനി കുറക്കാൻ സാധിക്കും ബിലോ 37 എന്ന് പറയുന്ന ആ ഒരു പ്രോഡക്റ്റിന്. അത് ഒരു ബോട്ടിൽ മുഴുവനൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ശരിക്ക് യഥാർത്ഥത്തിൽ പറഞ്ഞാൽ അതിൽ നിന്ന് 13 മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. ആദ്യത്തെ ദിവസം 1 വീതം 3 നേരം 3 ദിവസം കൊടുക്കാം. അപ്പോൾ 9 ക്യാപ്സൂളായി. പിന്നെയുള്ള 2 ദിവസം 1 വീതം 2 നേരവും കഴിക്കാം. അപ്പൊ 4 9 13 ഇത്രേ ആവശ്യമുള്ളൂ. അതിൽ തന്നെ 2-മത്തെയോ 3-മത്തെയോ ദിവസം കൊണ്ട് ഇത് ഉപയോഗിച്ച് പനി കുറഞ്ഞില്ല എങ്കിൽ പിന്നെയാണ് ചികിത്സകനെ തേടേണ്ടത്. 2-3 ദിവസം കൊണ്ട് കുറഞ്ഞിട്ടില്ല എങ്കിൽ മാത്രം, അതല്ല കുറഞ്ഞു വരുന്നുണ്ടെങ്കിലോ 5 ദിവസം മാത്രം കണ്ടിന്യൂ ചെയ്താൽ മതി. ഈ ഒരു കേവല വിവരം നമുക്കുണ്ടാവണം. 13 ക്യാപ്സൂൾ മാത്രമാണ് പരമാവധി കൊടുക്കേണ്ടത്. ഇനി
അതിന് പുറമെ ഒരാൾ കഴിച്ചു എന്നതുകൊണ്ട് വിരോധം ഉണ്ട് എന്ന അർത്ഥത്തിലല്ല. എങ്കിലും പനിക്ക് നാം ശുപാർശ ചെയ്യേണ്ടത് ഇത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് ഒരുപാട് ഗുണങ്ങൾ മാത്രമേ ഉള്ളൂ. അതല്ലാതെ യാതൊരു തരത്തിലുള്ള പാർശ്വഫലങ്ങളും അതിന്റെ പിന്നിൽ ഇല്ല. പിന്നെ 8 വയസ്സിന് മുകളിലുള്ള ആർക്കും കൊടുക്കാം എന്നാണ് ശുപാർശയെങ്കിലും ചെറിയ കുട്ടികൾക്ക് തേനിൽ മിക്സ് ചെയ്ത് അത് കൊടുക്കാൻ പറ്റും. ചെറിയ കുട്ടികൾക്ക് പോലും അതിന്റെ ക്യാപ്സൂൾ തേനിൽ എടുത്തിട്ട് പൊട്ടിച്ച് അതിന്റെ തേനിൽ മിക്സ് ചെയ്ത് കൊടുക്കുന്നതിന് യാതൊരു വിരോധവും ഇല്ല. അതുപോലെ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അത് ഇരുണ്ട സ്ഥലത്ത്, തണുത്ത സ്ഥലത്തൊക്കെ സൂക്ഷിച്ചു വെക്കുക. ഇങ്ങനെയുള്ള പ്രധാനമായിട്ടുള്ള ചില കാര്യങ്ങളാണ് ബിലോ 37 എന്നതിനെ കുറിച്ച് പറയാനുള്ളത്. വിശദീകരിക്കുകയാണെങ്കിൽ ഒരു സെക്ഷൻ തന്നെ മുമ്പ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് വിശദീകരിച്ചല്ല പറയുന്നത്, ഇത് നമ്മുടെ കയ്യിൽ എപ്പോഴും വേണ്ടതാണ്. അതുപോലെ നമ്മുടെ വീട്ടിൽ മറ്റൊന്ന് സൂക്ഷിക്കേണ്ടതാണ് നോവേദന ജെല്ലുകൾ. ഇത് മുമ്പ് ഒരുപാട് ആളുകളുടെ അനുഭവം കൂട്ടിയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് വേണ്ട ഒന്നാണ്. വൂണ്ട് ഹീല്, ചാമ്പി തൈലം പോലുള്ള. ഈ ചാമ്പി തൈലത്തെ കുറിച്ച് ചെറിയ രൂപത്തിലൊന്ന് പറഞ്ഞു പോകാം. സാധാരണ നമ്മുടെ ബിസിനസ്സിൽ എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ വിറ്റുപോകുന്നതിൽപ്പെട്ട ഒന്നാണ് ചാമ്പി തൈലം, അതുപോലെ കവചപ്രാശം, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ളതൊക്കെ. ഈ ചാമ്പി തൈലം ഒരാളും നെഗറ്റീവ് പറഞ്ഞതായി, പേസ്റ്റ്, ഇതൊന്നും ഒരിക്കലും ഒരാളും നെഗറ്റീവ് പറഞ്ഞതായി കേൾക്കാൻ സാധ്യമല്ല. ഇന്ന് മാർക്കറ്റിൽ തല മുതൽ കാല് വരെ എല്ലാ ഭാഗത്തും ഒരുപോലെ ഉപയോഗിക്കാൻ കിട്ടുന്ന പ്രൊഡക്റ്റുകൾ ഒരു പക്ഷേ ഉണ്ടാവാൻ സാധ്യതയില്ല ഇതല്ലാതെ. അത് അങ്ങനെയുണ്ട്. യഥാർത്ഥത്തിൽ ഈ ചാമ്പി തൈലത്തെ കുറിച്ച് ഒരുപാട് ആളുകൾ വിചാരിച്ചത് എവിടെയെങ്കിലും വേദന വരുമ്പോൾ മാത്രം എടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ് എന്നാണ്. എന്നാൽ അതിന് പറ്റുന്നതിന് പുറമെ തന്നെ നമ്മുടെ ശരീരത്തിൽ വേദനകൾക്ക് മാത്രമല്ല, തൊലി സംബന്ധമായ പ്രശ്നങ്ങൾക്ക് അത് ഉപയോഗിക്കാൻ പറ്റും. തലവേദന എന്നാൽ ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ തലയിലും ഉപയോഗിക്കാൻ പറ്റും. താരനെതിരെ പ്രവർത്തിക്കുന്ന കണ്ടന്റുകൾ അതിലുണ്ട്. അങ്ങനെ തുടങ്ങിയിട്ട് മാത്രമല്ല, ലൈംഗികമായ തകരാറുകൾ ഉള്ളവർക്കും ഉപയോഗിക്കാൻ പറ്റും. ഇങ്ങനെ തുടങ്ങിയിട്ട് തല മുതൽ കാല് വരെ നമ്മുടെ ശരീരത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു തൈലം. ഈ തൈലത്തിന്റെ ചില കണ്ടന്റുകൾ കുറുന്തോട്ടി, മുതിര, ചെറുവഴുതനങ്ങ, മഞ്ചട്ടി, നെല്ലിക്ക, കടുക്ക, താന്നിക്ക തുടങ്ങി ഉഴുന്നൊക്കെ നമ്മുടെ ശരീരത്തിന് തൊലിയിലേക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഇതാണ്. ഓരോ കണ്ടന്റിനെ കുറിച്ചും ഓരോ സെക്ഷൻ എടുത്താൽ പോലും തീരൂല. ഇതെല്ലാം ഉൾപ്പെട്ട് തൈലപ്പാക്ക് വിധി എന്ന് പറയും. സാധാരണ തൈലം പാകം ചെയ്യുന്ന വിധി പ്രകാരം എങ്ങനെയാണ് ഒരു തൈലം നിർമ്മിക്കേണ്ടത്, അതിന്റെ യഥാർത്ഥ പാരമ്പര്യമായ രൂപം എങ്ങനെയാണോ ഉള്ളത് അത് പ്രകാരമാണ് ഈ ചാമ്പി തൈലം എന്ന് പറയുന്നത് നിർമ്മിച്ചിട്ടുള്ളത്. അതിന്റെ നിർമ്മാണ രീതിയിൽ തന്നെ യഥാർത്ഥത്തിൽ ഒരു തുള്ളി പോലും അതിന് വെള്ളത്തിന്റെ അംശം ഉണ്ടാവില്ല തൈലങ്ങളിൽ. തൈലം വെള്ളത്തിൽ ചേർത്ത് അല്ലെങ്കിൽ മറ്റ് കഷായങ്ങളിൽ ചേർത്ത് പിന്നീട് വെള്ളം വറ്റുന്നത് വരെ, വെള്ളം 100% ഒഴിവാകുന്നത് വരെ അതിനെ നിർവീര്യമാക്കിയിട്ട് ആ വെള്ളം ഇല്ലാതെയാക്കിയിട്ടാണ് ഈ തൈലപ്പാക്ക് വിധി, അതായത് തൈലം പാകം ചെയ്യുന്ന വിധിപ്രകാരം എന്ന് പറയുന്ന രൂപത്തിൽ നിർമ്മിച്ചിട്ടുള്ള ഈ ചാമ്പി തൈലം, ഇത് എല്ലാ പ്രായക്കാർക്കും, ചെറിയ കുട്ടികളെ മസാജ് ചെയ്യുന്ന തേച്ച് കുളിപ്പിക്കുന്നത് മുതൽ എല്ലാവർക്കും പറ്റുന്ന രൂപത്തിലുള്ള ഒരു നിർമ്മാണ രീതിയാണ്, ഉപയോഗക്രമമാണ് അതുകൊണ്ട് വന്നിട്ടുള്ളത്. അതുകൊണ്ട് ചാമ്പി തൈലത്തെ കുറിച്ച് നമുക്ക് അറിയേണ്ടത് അത്യാവശ്യമാണ്. അതിലുള്ള കണ്ടന്റുകൾ, അത് എന്തിനെല്ലാം ഉപയോഗിക്കാം, അതുകൊണ്ട് തലവേദനക്ക് അത് എങ്ങനെ യൂസ് ചെയ്യണം, കയ്യിലെടുത്തിട്ട് അത് അതുപോലെ അപ്ലൈ ചെയ്യുകയല്ല. ഇതിൽ ധാരാളം ആളുകൾക്ക് അത് ഉപയോഗക്രമങ്ങൾ അറിയുന്നവരാണെങ്കിലും അറിയാത്ത പുതിയ ആളുകൾ ഉണ്ടെങ്കിൽ നമുക്ക് അതൊന്ന് മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടി ആവർത്തിക്കുകയാണ്. സാധാരണ നിലക്ക് ഉള്ളതുപോലെ ആ ബോട്ടിൽ തുറന്ന് അങ്ങ് എടുത്ത് ഉപയോഗിക്കുന്നതല്ല അതിന്റെ നല്ല ക്രമം. അതിന്റെ നല്ല ക്രമം എന്ന് പറയുന്നത് ചൂടാക്കിയിട്ടാണ്. ഇവിടെ ചൂടാക്കിയിട്ട് എന്ന് പറയുമ്പോഴും ചിലപ്പോൾ നമുക്ക് മനസ്സിലാകുന്നില്ല എങ്ങനെയാ ചൂടാക്കുക. ഡയറക്റ്റ് ആയിട്ട് തീയിൽ വെച്ചിട്ടല്ല, ഏതെങ്കിലും ഒരു പാത്രം എടുത്ത്, അത് മൺപാത്രമാണെങ്കിൽ ഏറ്റവും നല്ലത്, ആ പാത്രം ചൂടാക്കുക. എന്നിട്ട് ചൂടായ പാത്രത്തിലേക്ക് ഈ തൈലം ഒഴിക്കുക. അപ്പൊ തൈലവും ചൂടായി വരും.
അങ്ങനെ വരുമ്പോൾ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ചൂട് വന്നിട്ട് നമ്മുടെ തൊലിയിലേക്ക് അത് എത്രയും പെട്ടെന്ന് ഇറങ്ങാൻ സാധിക്കും. അതുകൊണ്ട് ഫലം കൂടുതലായി വരും. ഇങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്. തലവേദനക്ക് നമ്മുടെ നെറ്റിയുടെ സൈഡിലിടാം, അതുപോലെ ശരീരത്തിന്റെ മുഴുവൻ ഭാഗങ്ങളിലേക്കും മസാജ് ചെയ്യാം. ലൈംഗിക വിഷമമുള്ള ആളുകൾക്ക് അത് ആ രൂപത്തിൽ ഉപയോഗിക്കാം. തൊലി സംബന്ധമായ പ്രശ്നങ്ങളുള്ളവർക്ക് ഉപയോഗിക്കാം. തൊലിക്ക് തീരെ എണ്ണമയമില്ലാത്ത ഒരു പ്രാവശ്യമെങ്കിലും ഉപയോഗിച്ചാൽ അറിയാം. അത് പറ്റുമെങ്കിൽ ദിവസവും, അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും, അല്ലെങ്കിൽ 2 ആഴ്ചയിൽ ഒരിക്കലെങ്കിലും അത് ഉപയോഗിച്ച് നോക്കണം. പ്രിയമുള്ളവരെ, അത് ഉപയോഗിച്ചാൽ, ഒറ്റ ദിവസം ഉപയോഗിച്ചാൽ തന്നെ അതിന്റെ മാറ്റം അറിയും. അത്രയും നല്ല ക്വാളിറ്റി ഉള്ള തൈലം ഒരു പക്ഷേ വിപണിയിൽ ഉണ്ടായിരിക്കുക ഇല്ല എന്നത് അതിശയോക്തിയല്ല, അത് അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് പറയുന്നത്. നമുക്ക് പരീക്ഷിക്കാവുന്നതാണ്. അതിൽ ചേർന്നിട്ടുള്ള ഘടകങ്ങൾ മനസ്സിലാക്കിയാൽ തന്നെ നമുക്ക് അറിയാം അതിന്റെ ഒരു ഗുണം. നമുക്ക് ഒരു പക്ഷേ ടൈം അല്ലെങ്കിൽ മറ്റൊരു സമയം വരുമ്പോ ചാമ്പിത്തൈലത്തെ കുറിച്ച് മാത്രം തന്നെ ഒരു സെക്ഷൻ ഉണ്ടാവണം. അത് നമുക്ക് പറ്റുമെങ്കിൽ ചെയ്യാം. അതുപോലെ നമ്മുടെ ലിവഗെയിൻ, നമ്മുടെ വീട്ടിലെ അത്യാവശ്യമായ ചില വസ്തുക്കളെ കുറിച്ച് പറഞ്ഞ് ഇങ്ങനെ പോവാ. ലിവഗെയിൻ എന്ന് പറയുന്നത് ഇത് എല്ലാവർക്കും കൊടുക്കാൻ പറ്റുന്നതും ഉപയോഗിക്കാൻ പറ്റുന്നതും മറ്റ് പ്രൊഡക്റ്റുകളിൽ നിന്ന് താരതമ്യേന വിലയും കുറവായ നല്ല ഒരു ഉൽപ്പന്നമാണ് ലിവഗെയിൻ. ലിവഗെയിൻ എന്ന് പറയുന്നതിന് ആ ലിവഗെയിൻ എന്ന പ്രൊഡക്റ്റിനെ കുറിച്ച് മനസ്സിലാക്കുന്നതിലേറെ അത് എന്തിന് ഉപകാരപ്പെടുന്നു എന്ന് മനസ്സിലാക്കിയാൽ അതിന് ഒരിക്കലും വില കൂടുകയില്ല. കാരണം ലിവഗെയിൻ എന്ന് പറയുന്നത് നമ്മുടെ കരളിനെ ബാധിക്കുന്ന വിഷയങ്ങൾക്കുള്ളതാണ്. കരളിനെ ബാധിക്കുന്ന വിഷയങ്ങൾക്കുള്ള ആ ലിവഗെയിൻ എന്ന് പറയുന്ന ആ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കിയാൽ, ലിവറിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയാൽ, ലിവറിന്റെ തകരാറുകളെ കുറിച്ച് മനസ്സിലാക്കിയാൽ, ലിവഗെയിൻ എന്ന് പറയുന്നത് വലിയ അമൂല്യമായ അനുഗ്രഹമായ വലിയ ഒരു പ്രൊഡക്റ്റ് ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കും. നമ്മുടെ ശരീരത്തിൽ ഏകദേശം 1.5 കിലോ തൂക്കം വരുന്ന ഏറ്റവും വലിയ ഗ്രന്ഥിയാണ്, ഏറ്റവും വലിയൊരു ഗ്ലാൻഡ് ആണ് ലിവർ എന്ന് പറയുന്നത്. ഈ ലിവർ 24 മണിക്കൂറും പ്രവർത്തിക്കുകയാണ്. നമ്മുടെ ശരീരത്തിലുള്ള ഒരു ഫാക്ടറിയാണ്. 500-ലധികം പ്രവർത്തനങ്ങൾ ശരീരത്തിൽ നടത്തുന്ന വലിയ ഒരു ഫാക്ടറിയാണ് ലിവർ. ആ ലിവർ എന്ന കമ്പനി ആ ഫാക്ടറിയെ ഒരിക്കലും അടച്ചുകെട്ടാൻ, മൂടിവെക്കാൻ, ഒരു പണിമുടക്കാൻ സാധിക്കുന്നതല്ല. അത് 24 മണിക്കൂറും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നാൽ അത് മാത്രമല്ല, അതിനെ സംബന്ധിച്ച് ദി കിങ് ഓഫ് ഓർഗൻസ് എന്നാ പറയുക. എന്ന് പറഞ്ഞാൽ നമ്മുടെ അവയവങ്ങളിലുള്ള രാജാവാണ്. നമ്മുടെ ശരീരത്തിൽ ഒരുപാട് അവയവങ്ങളുണ്ട്, അതിന്റെ രാജാവാണ് ഈ ലിവർ. ഈ ലിവറിനെ കുറിച്ച് ഒരുപാട് വിശദീകരിക്കാൻ കഴിയും. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. 500-ലധികം പ്രവർത്തനങ്ങൾ നടത്തുന്നു എന്ന് പറയുമ്പോൾ എത്ര പേർക്ക് അതിനെക്കുറിച്ച് അതിന്റെ വില അറിയാം? ഈ ലിവർ അപ്പാടെ നശിക്കുകയില്ല. അല്പം നല്ല ഭാഗമുണ്ടെങ്കിലും നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. മെല്ലെ മെല്ലെ അതിന് തകരാറ് സംഭവിച്ച് പൂർണ്ണമായി നശിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ നാശത്തിലേക്ക് എത്തുമ്പോഴാണ് അതിന്റെ ദൂഷ്യഫലങ്ങൾ നാം അറിയുന്നത്. അതുകൊണ്ട് അവിടെയൊന്നും എത്താതെ തന്നെ നാം അത് മനസ്സിലാക്കിയെടുക്കേണ്ട വലിയൊരു കാര്യമാണ്. സാധാരണ നിലക്ക് നമ്മുടെ ലിവറിന് പറ്റുന്ന സാധാരണ നിലക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ലക്ഷണങ്ങൾ അത് മാത്രം ഒന്ന് പറഞ്ഞു പോകാം. എന്നാലല്ലേ നമുക്ക് ലിവഗെയിന്റെ പ്രത്യേകത മനസ്സിലാകുന്നുള്ളൂ. കരളിന്റെ പ്രശ്നങ്ങളിൽ പ്രധാനമായിട്ടുള്ളത് വരുന്നത് നമുക്ക് ആദ്യമായിട്ടുള്ള ഈ ഛർദി വരിക, ഓക്കാനം വരിക, മനം പുരട്ടൽ വരിക എന്ന് പറയുന്ന ഒന്നാണ്. അതാണ് ഏറ്റവും ഇങ്ങനെ ഓക്കാനം, ഛർദി അല്ലെങ്കിൽ മനം പുരട്ടൽ ഇത് വരുമ്പോ കരളിന് ചെറിയ പ്രയാസങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം. രണ്ടാമത്തത് വിശപ്പില്ലായ്മ. തീരെ ഭക്ഷണം കഴിക്കുക, വിശപ്പില്ലാതെ വരികയാണെങ്കിൽ അതും കരളിനെ ബാധിക്കുന്ന ചെറിയ പ്രശ്നമാണ്, ലക്ഷണമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇതൊക്കെ ലക്ഷണങ്ങൾ, കരൾ പ്രശ്നങ്ങളുടെ ലക്ഷണങ്ങളാണ് പറയുന്നത്. പിന്നെ മറ്റൊന്ന് മലം മാറ്റങ്ങൾ വരിക, മലപ്രശ്നങ്ങൾ, അതായത് ശരിക്ക് ശോധന ഇല്ലാത്ത ചെറിയ പ്രശ്നങ്ങൾ. വേറെ ചൊറിച്ചിൽ വരിക, ശരീരത്തിൽ ചൊറിച്ചിലൊക്കെ വരുന്നതും കരളിന് പ്രശ്നം വരുന്നതാണ്. അതേപോലെയാണ് മൂത്രത്തിൽ മാറ്റം. ചില ആളുകൾക്ക് മൂത്രം കുറഞ്ഞു പോവുക, ചൂട് കൂടുക, വേദന വരിക, കളറ് മാറുക, ഇങ്ങനെ തുടങ്ങിയിട്ട് പിന്നീട് അത് പോയി വയറുവേദനയിലേക്ക് എത്തും. വയറുവേദന പിന്നെയാണ് വീർത്ത വയറുണ്ടാവുക, വയറ് ഇങ്ങനെ ക്രമേണ വീർത്ത് വരിക. ഇതൊക്കെ കരളിന്റെ തകരാറുകളാണ്. അതുപോലെ എല്ലാ കാര്യത്തിലും ഒരു മന്ദത വരിക.
ഇങ്ങനെയുള്ള ലക്ഷണങ്ങളൊക്കെ കണ്ടാൽ കരളിന് എന്തോ ഒന്ന് സംഭവിച്ചതായി നമുക്ക് മനസ്സിലാക്കാം. ഇത് ലക്ഷണങ്ങളാ. ഇങ്ങനെ വരുമ്പോ പിന്നെ ആ കരളിനുണ്ടാകുന്ന തകരാറുകൾ മനസ്സിലാക്കണം. ഇതൊക്കെ കരളി രോഗം വന്നാലുള്ള ലക്ഷണങ്ങളാണെങ്കിൽ കരളിന് മാറ്റം വരാൻ തുടങ്ങും. അങ്ങനെ എന്താ ഉണ്ടാവുക? ഒന്നാമത്തത്, ആ കരൾ ഇങ്ങനെ വലുതായി വരാൻ തുടങ്ങും. ലിവർ വലുതാവുക. അതുപോലെ തന്നെ മഞ്ഞപ്പിത്തം, കരള് വീക്കം, ഈ അവസ്ഥയിലൊക്കെ ഈ കരള് വരാൻ സാധ്യത ഉണ്ടാവും. ഇങ്ങനെ വരുമ്പോൾ ഇതിനൊക്കെ ഒരു പരിഹാരമായിട്ട് ചെറിയ ചെറിയ പരിഹാരമാണ്. ഇനിയും ഒരുപാട് ലക്ഷണങ്ങളും കരളിന് സംഭവിക്കേണ്ട തകരാറുകളൊക്കെ വിശദീകരിക്കാനുണ്ട്. എങ്കിലും കേവലം നാം മനസ്സിലാക്കുക, ഇങ്ങനെയുള്ള അസ്വസ്ഥതകൾ കണ്ടാൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല ഒരു ഉൽപ്പന്നമാണ് നമ്മുടെ കയ്യിൽ ഉള്ളത് എന്ന് നാം മനസ്സിലാക്കിയെടുക്കണം. മാത്രമല്ല, ഇതുകൊണ്ട് കരൾ എന്ന് പറയും, സാധാരണ മെറ്റബോളിസം എന്ന് നമ്മൾ പറയാറില്ലേ, മെറ്റബോളിസം എന്ന് പറയും. പക്ഷെ ശരീരത്തിന്റെ ഏറ്റവും നല്ല പ്രവർത്തനങ്ങൾ, അതായത് നാം കഴിക്കുന്ന ഭക്ഷണത്തിൽ ഉണ്ടാകുന്ന ദഹനം, ആ ദഹനം ചെയ്തിട്ടുള്ള ഭക്ഷണത്തിന്റെ നല്ല നല്ലത് വലിച്ചെടുക്കുകയും ആവശ്യമില്ലാത്തത് പുറന്തള്ളുകയും ചെയ്തിട്ടുള്ള ശരീരത്തിന്റെ ആ നല്ല ഒരു രൂപം, ആ ഒരു ഭാവം, ആ ഒരു പ്രവർത്തനം, അതിനെയാണ് കേവല അർത്ഥത്തിൽ നമ്മൾ മെറ്റബോളിസം എന്ന് പറയുന്നത്. അതൊക്കെ ശരിയാക്കാൻ പറ്റുന്ന ഒന്നാണ് ഈ ഒന്നാണ് നമ്മുടെ കയ്യിലുള്ളത്. ഈ ലിവഗെയിൻ എന്ന് പറയുന്നതിന്, ഈ കരളിന് തകരാറ് സംഭവിക്കാൻ ഇന്ന് നാം നോക്കുമ്പോൾ ഇതൊക്കെ സംഭവിക്കാൻ പറ്റുന്ന ഒരുപാട് കാരണങ്ങളുണ്ട്, സാധാരണ ഉണ്ടാവും. ഒന്നാമത്തത്, ഇന്നത്തെ ലിവർ തകരാറിലാകുന്ന ഘടകങ്ങളാണ് നാം മനസ്സിലാക്കേണ്ടത്. എങ്ങനെ ഇത് സംഭവിക്കുന്നു എന്ന് കൂടി നാം അറിഞ്ഞിരിക്കണം. ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് മലിനമായ ജലം. ഈ മലിനമായ ജലം എന്ന് പറയുന്നത്, ഇന്ന് കിട്ടുന്ന വെള്ളം പലതും വിഷം ചേർന്നിട്ടുള്ള വെള്ളത്തിന്റെ രൂപത്തിലാണ്, മലിനമായിക്കൊണ്ടിരിക്കുകയാണ്. പുറത്തുനിന്ന് ഹോട്ടലുകളിൽ നിന്ന്, ടൗണുകളിൽ നിന്ന്, വലിയ തിരക്കുള്ള ടൗണുകളിൽ വെള്ളം കുറവും ജനങ്ങൾ കൂടുതലും, അവിടെ മലിനമാകാനുള്ള സാധ്യതകൾ ധാരാളമുണ്ട്. അതുപോലെ തന്നെ മാനസിക സമ്മർദ്ദം, ഏറ്റവും കൂടുതൽ സ്ട്രെസ് അനുഭവിക്കുന്നത് മൂലം കരളിന് പോലും ബാധിക്കാം. അതുപോലെ ദഹനത്തിന്റെ പ്രശ്നം, നമുക്ക് ശരിയായ ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു ദഹനം കിട്ടിയില്ലെങ്കിൽ അതും കരളിന് പ്രശ്നമുണ്ടാക്കും. അതേപോലെ തന്നെയാണ് നാം കഴിക്കുന്ന ഭക്ഷണം പോലെ മറ്റുള്ളതിൽ നിന്ന് തകരാറ് സംഭവിക്കുന്നതൊക്കെ ഇതിൽപ്പെട്ടതാണ്, കരളിന് ബാധിക്കും. പിന്നെ ഇവിടെ വിശദീകരിക്കുന്നില്ല, മദ്യപാനവും പുകവലിയുമാണ്. ഈ മദ്യപാനവും പുകവലി കൊണ്ടും കരള് തകരാറുമേ ആകുമെന്ന എല്ലാവർക്കും അറിയുന്ന കാര്യമായത് കൊണ്ട് തന്നെ അതിനെക്കുറിച്ച് വിശദീകരിച്ച് പറയുന്നതില്ല. അതുകൊണ്ട് തുടക്കക്കാരായ ആളുകൾ അല്ലെങ്കിൽ അറിയാത്ത ആളുകളൊക്കെ ലിവഗെയിൻ എന്ന് പറയുന്ന നമ്മുടെ ശരീരത്തിലെ രാജാവിനെ ഇത് സംരക്ഷിക്കുന്ന ഏറ്റവും നല്ല ഉൽപ്പന്നമാണ്. അങ്ങനെയുള്ള ഒരു ഉൽപ്പന്നമാണ് നമ്മുടെ കയ്യിലേക്ക് കിട്ടിയിട്ടുള്ളത് എന്ന് മനസ്സിലാക്കിയിട്ട് ആ ലിവറിന് സംരക്ഷണം കൊടുക്കേണ്ടത് എൻ്റെ സ്വന്തം ബാധ്യതയാണെന്ന് മനസ്സിലാക്കണം. കാരണം ഇത് ആർക്കും ാണ് കൊടുക്കേണ്ടത് എന്നുകൂടി പറഞ്ഞ് ലിവഗെയിൻ എന്ന് പറയുന്ന ആ ഒരു പ്രൊഡക്റ്റ് നമുക്ക് നെഞ്ചിലേറ്റാം. ഗ്യാസ് ഉള്ളവർക്ക് കൊടുക്കാം, ദഹനക്കേടുള്ളവർക്ക് കൊടുക്കാം. അതുപോലെ തികട്ടൽ വരിക, ഏത് സമയത്തും ഇങ്ങനെ എന്ത് ഭക്ഷണം കഴിച്ചാലും തികട്ട്, അതൊക്കെ ഒരു ഗ്യാസിന്റെ ലക്ഷണമാണ്, അവർക്ക് കൊടുക്കാം. അതുപോലെ ഏത് സമയവും തളർച്ചയാണ്, ക്ഷീണമാണ് എന്ന് പറയുന്നവർക്ക് ഒരു സംശയത്തിനും കൊടുക്കാതെ നമുക്കത് കൊടുക്കാം. അതുപോലെ വിശപ്പില്ല എന്ന് പറയുന്നവർക്ക് ഇത് ശുപാർശ ചെയ്യാം. ഇവിടെ ഇവർക്കൊക്കെ കൊടുക്കുന്നതോടുകൂടി നാം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുള്ളത്, വളരെയധികം കഠിനമായ ലിവർ രോഗങ്ങളുള്ള ആളുകൾ ഉണ്ടാവും. ഉദാഹരണം, അൾസർ, കരള് മാറ്റി വെക്കുക, അതുപോലെ തന്നെ മദ്യപാനം കൊണ്ട് അങ്ങ് എത്തിയ ആളുകൾ, ഇങ്ങനെയുള്ള ആളുകൾക്കൊന്നും നാം ശുപാർശ ചെയ്യരുത്. ഇത് അതിനുള്ള ഒരു വസ്തുവാണെന്ന് പറഞ്ഞ് കൊടുക്കേണ്ടതില്ല. കാരണം കഠിനമായ രൂപത്തിലെത്തിയാൽ ഇത് മതിയാവുന്നതല്ല. അതിന് മുമ്പ് സംരക്ഷിക്കേണ്ടതാണ്. നമ്മുടെ വെൽനെസ് പ്രൊഡക്റ്റുകളാണ് നമ്മുടെ കയ്യിലുള്ളത്. വെൽനെസ് എന്ന് പറഞ്ഞാൽ നാം രോഗികളായിട്ട് കഴിക്കുന്ന മരുന്നുകളല്ല, രോഗം വരാതെ കാത്തു സൂക്ഷിക്കുന്നതിനുള്ള നല്ല പോഷകാഹാരമാണ്. അതാണ് വെൽനസ്, അതാണ് നമ്മുടെ കയ്യിലുള്ളത്. ഒരു പക്ഷേ കോടികൾ, ലക്ഷങ്ങൾ ലക്ഷങ്ങൾ മതിയാവാത്ത തരത്തിലുള്ള ചികിത്സയിലേക്ക് നയിക്കുന്ന രോഗങ്ങളെ തടയാൻ ഒരു പക്ഷേ ഈ പോഷകാഹാരങ്ങളാകുന്ന നമ്മുടെ കയ്യിലുള്ള അമൂല്യമായ ഔഷധമാകുന്ന ഈ വസ്തുക്കൾക്ക് കഴിയും. അതുകൊണ്ട് തന്നെ നാം എടുക്കുന്നതും കൊടുക്കുന്നതും മാത്രം ശ്രദ്ധിച്ചാൽ മതി എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകും.
ഉണ്ടാവണം. അതുകൊണ്ട് അണുബാധയുടെ ചികിത്സ കാരണം അല്ലെങ്കിൽ കരള് മാറ്റിവെച്ച് അൾസർ വന്ന് വലിയ രോഗങ്ങളിൽ എത്തിയവർക്ക് ശുപാർശ ചെയ്യേണ്ടതല്ല, അതിലേക്കൊന്നും എത്തുന്നതിന് മുമ്പ് കൊടുക്കേണ്ടതാണ് എന്ന് നാം മനസ്സിലാക്കുക. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതുപോലെയാണ് നാം നമ്മുടെ വീട്ടിലും നമുക്കൊക്കെ ഒരു നാം പുറമെ ശരീരം ശുദ്ധീകരിക്കുന്നു, എന്നാൽ നമ്മുടെ ശരീരം ശുദ്ധീകരിക്കുന്നത് പോലെ നാം നന്നായി സോപ്പിട്ട് എണ്ണ തേച്ച് കുളിച്ച് നല്ല വൃത്തിയിൽ നടക്കുന്നത് പോലെ നമ്മുടെ ശരീരത്തിന് അകവും ഒന്ന് ക്ലീൻ ചെയ്യേണ്ടതുണ്ട്. ശരീരത്തിൽ അകം നാം ക്ലീൻ ചെയ്യുന്നില്ല, നാം പുറം ക്ലീൻ ചെയ്യുന്നു, നല്ല വസ്തുക്കൾ നല്ല വസ്ത്രങ്ങൾ ധരിക്കുന്നു, പക്ഷേ നമ്മുടെ ഈ വൃത്തി എന്ന് പറയുന്ന ശുദ്ധീകരണം എന്ന് പറഞ്ഞ അകത്ത് ചെയ്യണം. കാരണം അതെങ്ങനെ സംഭവിക്കുന്നു? നമ്മുടെ പാരിസ്ഥിതികമായ അഴുക്ക് മലിനമായിരിക്കുന്ന കണങ്ങൾ നമ്മുടെ ശരീരത്തിൽ ധാരാളം വന്നു ചേരുന്നുണ്ട്, ഭക്ഷണത്തിലൂടെയും അല്ലാതെയുമൊക്കെ. അതിന് ഒരു പരിഹാരമായിട്ട് ഡെയിലി ഡിറ്റോക്സ് എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് നമ്മുടെ കയ്യിലുണ്ട്. ഏതൊക്കെ വസ്തുക്കളിൽ ഏതൊക്കെ അവയവങ്ങളിലാണ് നിന്ന് മാലിന്യം, നമ്മുടെ ശരീരത്തിലുള്ള മാലിന്യം നീക്കുന്നതില്, നമ്മുടെ ശരീരത്തിലേക്ക് വിഷം കടക്കുന്നതില്, വിഷം കടന്നു വരുന്നതിനെ ഒരു ചെറിയ വാക്കിൽ ഏതൊക്കെ വസ്തുക്കളാണ് അതിനെ പുറന്തള്ളുന്നത് എന്ന് മനസ്സിലാക്കാം. അത് സ്കിൽ എന്ന് പറയുന്ന ഒരു പദം നാം പഠിച്ചു. സാധാരണ ശേഷി അതല്ലെങ്കിൽ സാമർഥ്യം എന്ന് പറയുന്ന ആ ഒരു സ്കിൽ, അതിനെ ഓരോ അക്ഷരങ്ങൾ ഇട്ടാൽ യെസ് സ്കിൻ, അത് നമ്മുടെ സ്കിന്ന് തൊലി, മറ്റൊന്ന് കിഡ്നി, പിന്നെ നമ്മുടെ കുടല്, അതുപോലെ ലങ്സ്, കരള്, ഇത്രയും വസ്തുക്കളൊക്കെ നമ്മുടെ ഈ മാലിന്യം നീക്കുന്നതിൽ പങ്കുവഹിക്കുന്നുണ്ട്. നമ്മുടെ തൊലി ഒരുപാട് മാലിന്യങ്ങളെ ഉള്ളിലേക്ക് പോവാതെ സംരക്ഷിക്കുന്നുണ്ട്. നമ്മുടെ വൃക്ക അതുപോലെ കിഡ്നി, ഇത് ഉള്ളിലേക്ക് വിഷം തട്ടാതെ പുറംതള്ളുന്നതിൽ സഹായിക്കുന്നുണ്ട്. ശ്വാസകോശവും ശ്വാസം എടുക്കുമ്പോൾ നാം ഓക്സിജൻ വലിച്ചെടുക്കുന്നു, കാർബൺ ഡൈ ഓക്സൈഡ് പോലെയുള്ളവ പുറന്തള്ളുന്നു, ഇതിലൊക്കെ ശ്വാസകോശങ്ങൾക്ക്. അതുപോലെ കരൾ, നേരത്തെ പറഞ്ഞ കരൾ, ഇതൊക്കെ ശരീരത്തെ സംരക്ഷിക്കാൻ വേണ്ടി വളരെയധികം പങ്കുവഹിക്കുന്ന അവയവങ്ങളാണ്. അതുകൊണ്ട് അവയൊക്കെ സംരക്ഷിക്കാൻ അതിനൊക്കെ ഒരു മാർഗം ഉണ്ടാവാൻ ഏറ്റവും നല്ല ഒരു പ്രൊഡക്റ്റാണ് ഡെയിലി ഡിറ്റോക്സ് എന്ന് പറയും. അതും നാം മനസ്സിലാക്കി വെക്കണം. അതിലുള്ള കണ്ടന്റുകൾ എന്തൊക്കെയാണ്? അതിൽ നിന്ന് പുനർനവ എന്ന് പറയുന്ന തഴുതാമ, നീർമാതളം, തുളസി, നെല്ലിക്ക, വേപ്പ്, കുറുന്തോട്ടി എന്നിവയൊക്കെ അടങ്ങിയതാണ് ഈ ഡെയിലി ഡിറ്റോക്സിലുള്ള കണ്ടന്റുകൾ. അതിൽ തന്നെ തഴുതാമ എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കും നീർക്കെട്ടുകളും നീരിന്റെ പ്രശ്നങ്ങളും ഒക്കെ ഉള്ളതിനെ ശുദ്ധീകരിക്കാൻ പറ്റുന്ന ഒന്നാണ്. അതുപോലെ തുളസിയും നെല്ലിക്കയും വേൽപ്പ്, ചിറ്റാമൃതും, ഇതൊക്കെ ശരീരത്തിൽ നിന്ന് വിഷം തള്ളാൻ, അതുപോലെ നീർക്കെട്ടുകൾ ഒഴിവാക്കാൻ പറ്റുന്ന ഒന്നാണ് ഡെയിലി ഡിറ്റോക്സിലുള്ളത്. അത് സുരക്ഷിതവും എന്നാൽ ഒരു ശക്തമായ രീതിയിൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് വിഷം തള്ളുന്ന വസ്തുക്കളെ പ്രോത്സാഹിപ്പിക്കുക. അതിന് തകരാറ് സംഭവിച്ചിട്ടുള്ള മരുന്നുകളല്ല, അതൊന്നും വരാതെ സംരക്ഷിക്കുന്ന ഒന്നാണെന്ന് നാം മനസ്സിലാക്കിയെടുക്കണം. അതുപോലെ തന്നെ വിഷാംശം നീക്കുന്നതിലൂടെ നമ്മുടെ ശരീരം മുഴുവനും പുറവും അകവും ഒക്കെ ശുദ്ധീകരിച്ച് ഒരു പുതുജീവൻ നൽകുകയും യൗവനം നിലനിർത്തുകയും ചെയ്യുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഒന്നാണ് ഡെയിലി ഡിറ്റോക്സ് എന്ന് നാം മനസ്സിലാക്കണം. ഇങ്ങനെ തുടങ്ങി നമ്മുടെ നിത്യജീവിതത്തിൽ നാം കൊണ്ടുവരുന്ന എല്ലാത്തിൻ്റെയും കൂടെ നമുക്ക് കോമൺ ആയി ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ് ഏത് രോഗത്തിന്റെ കൂടെയും ഫൈസ്ട്രസ് എന്ന് പറയുന്ന ഉൽപ്പന്നം. ഇത് ഒരുപാട് തവണ ഞാൻ ആവർത്തിക്കാറുണ്ട്. കാരണം പല ആളുകളും പല ഔഷധങ്ങളും പല പ്രൊഡക്റ്റുകളും അമൂല്യമായി കരുതുമ്പോൾ എനിക്ക് ഏറ്റവും ഇതിൽ എല്ലാവരും കഴിക്കേണ്ട വസ്തുക്കൾ എന്താണ്? അത് ഏറ്റവും എല്ലാവരും ഉപയോഗിക്കേണ്ടത് ഫൈസ്ട്രസ് ആണെന്ന് തോന്നും. കാരണം നമ്മുടെ ഫൈസ്ട്രസ് എന്ന് പറയുന്ന ആ ഒരു സ്ട്രെസ്സിനെ അകറ്റാൻ ഉപയോഗിക്കുന്ന ഈ ഒരു ഉൽപ്പന്നം എന്ന് പറയുന്നത് നമ്മുടെ സ്ട്രെസ്സുകളെ മാറ്റുകയാണ്. എങ്ങനെ സ്ട്രെസ്സുകളെ മാറ്റുക? സ്ട്രെസ് അല്ല യഥാർത്ഥത്തിൽ മാറ്റുന്നത്. സ്ട്രെസ് കാരണം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന പ്രയാസങ്ങളെ, രോഗങ്ങളെ അത് മാറ്റിവെക്കും.
കാരണം സ്ട്രെസ്സിന് ഒരുപാട് കാരണങ്ങളുണ്ട്. പണമില്ലാത്ത കാരണം സ്ട്രെസ് ഉണ്ടാവാം, ആരോഗ്യം മോശമായത് കൊണ്ട് സ്ട്രെസ് ഉണ്ടാവാം, നമ്മുടെ ബന്ധങ്ങളിൽ റിലേഷൻഷിപ്പുകളിലുള്ള സ്ട്രെസ് ഉണ്ടാവാം, അതുപോലെ തന്നെ ഉറക്ക്, അത് ഡിപ്രഷൻ, അതുപോലെ നാം രക്ഷിതാക്കളാണ്, നമ്മുടെ മക്കളെ സംബന്ധിച്ച്, കുടുംബത്തെ സംബന്ധിച്ച് ഇവരൊക്കെ പ്രശ്നങ്ങളെ കൊണ്ട് നമുക്ക് സ്ട്രെസ് ഉണ്ടാവാം. അതുപോലെ ജോബ് പ്രഷർ, നമ്മുടെ ജോലി സംബന്ധമായ പ്രഷറുകൾ ഉണ്ടാവാം, ക്ലേശങ്ങൾ, ദാരിദ്ര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് സ്ട്രെസ് ഉണ്ടാവാം. അതുകൊണ്ട് തൽക്കാലം 5 സ്ട്രെസ് കഴിച്ചത് കൊണ്ട് രക്ഷപ്പെടൂല. പക്ഷെ 5 സ്ട്രെസ് കൊണ്ട് എങ്ങനെയാണ് രക്ഷപ്പെടുന്നത് എന്ന് നാം മനസ്സിലാക്കണം. ഈ സ്ട്രെസ് കാരണം നമ്മുടെ തലച്ചോറിൽ നിന്ന് പ്രത്യേകമായ ഹോർമോണുകൾ റിലീസാകും. പ്രത്യേകമായ ഹോർമോണുകൾ റിലീസാകുമ്പോൾ അത് ശരീരത്തിലൂടെ വ്യാപിച്ച് നമ്മുടെ ശരീരത്തിന്റെ പല ഭാഗങ്ങളും തകരാറിലാകും. ഈ തകരാറിലാകുന്ന ഘടകത്തിനെതിരെ പ്രവർത്തിക്കുന്ന ഒന്നാണ് 5 സ്ട്രെസ് എന്ന് പറയുന്നത്. ആ 5 സ്ട്രെസ് എല്ലാവരും ഉപയോഗിക്കേണ്ടതാണ്. അതുകൊണ്ടാണ് ആ പ്രയാസങ്ങൾ നീങ്ങിക്കിട്ടും. ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന 5 സ്ട്രെസ് എന്നാണ്. സ്ട്രെസ്സിനെതിരെ പ്രവർത്തിക്കുന്ന, ഫൈറ്റ് ചെയ്യുക, അതന്നെയാണ് അതിന്റെ അർത്ഥം. അപ്പോ ഈ സ്ട്രെസ്സിനെതിരെ എന്ന് പറഞ്ഞാൽ സ്ട്രെസ് ഉണ്ടാക്കുന്ന ശരീരത്തിലെ വിഷമങ്ങൾക്കെതിരെ, തകരാറുകൾക്കെതിരെ, പ്രയാസങ്ങൾക്കെതിരെ, രോഗങ്ങൾക്കെതിരെ അതിനെ പ്രതിരോധിക്കാൻ കഴിവുള്ള ഒന്നാണ് 5 സ്ട്രെസ് എന്ന് പറയുന്ന ഉൽപ്പന്നം. അതൊക്കെ നമ്മളെ സംബന്ധിച്ച് ചെറിയ ചെറിയ ഒരു അറിവ് നമുക്ക് അതിനെക്കുറിച്ച് ഉണ്ടാവൽ അത്യാവശ്യമാണ്. അതിൽ അടങ്ങിയിട്ടുള്ളത് സാധാരണ അമുക്കുരം, തുളസി, ചിറ്റാമൃത്, തിപ്പല്ലി പോലെയുള്ളതാണ് 5 സ്ട്രെസ്സിൽ അടങ്ങിയിട്ടുള്ളത്. അത് മാനസികമായ ക്ലേശങ്ങളെ തരണം ചെയ്യാനുള്ള കഴിവുണ്ടാക്കിയെടുക്കും. എന്ത് പ്രശ്നങ്ങൾ സംഭവിച്ചാലും, എന്ത് സ്ട്രെസ്സിനെ ബാധിക്കുന്ന വിഷയങ്ങളുണ്ടായാലും നമുക്കതൊന്നും വല്ലാതെ അങ്ങോട്ട് തലയിൽ കയറിയിട്ട് നാം ആകെ അതിന്റെ പേരിൽ ഡിപ്രഷനായി, മനക്ലേശം വന്ന്, ഉത്കണ്ഠ വന്ന് ആകെ നാം തകരാറിലായി ഒരു ഭാഗത്ത് ക്ഷീണിച്ചു കിടക്കുന്ന അവസ്ഥ വരൂല. കാരണം സ്ട്രെസ് എന്ന് പറയുന്നത് പാദം മുതൽ ശിരസ് വരെ, കാല് മുതൽ തല വരെ എന്നർത്ഥം, തളർന്നു കിടക്കാൻ പര്യാപ്തമാകുന്ന ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒന്നാണ് മാനസിക സമ്മർദ്ദം. കിഡ്നി പോകുന്ന അല്ലെങ്കിൽ കരള് പോകുന്ന, പലതിനും ഒരു ഭാഗം തളർന്നു കിടക്കുന്ന ഒക്കെ ഉണ്ടാവുന്ന വലിയൊരു സംഭവമാണ് സമ്മർദ്ദം. ഇതില്ലാത്ത ആളുകൾ ഇന്നുണ്ടാവുകയില്ല. അതുകൊണ്ട് അതിൽ നിന്നൊക്കെ രക്ഷ നേടാൻ, അതിന്റെ പ്രയാസങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ 5 സ്ട്രെസ് നമുക്ക് അറിഞ്ഞിരിക്കണം എന്നൊക്കെയാണ് നാം താൽക്കാലികമായി നമുക്ക് മനസ്സിലാക്കി വെക്കേണ്ടത്. അതുപോലെ നാം ഉപയോഗിക്കുന്ന മറ്റൊന്ന്, ഒരുപാട് ഒരു പറയുകയാണെങ്കിൽ ഓരോന്ന് ഹാർട്ടുള്ള എല്ലാവരും, ഹാർട്ടുള്ള ആർക്ക് ഹാർട്ടുള്ളത്? എല്ലാവർക്കും ഹാർട്ട് ഉണ്ട്. ഹൃദയമുള്ള എല്ലാവരും ഉപയോഗിക്കേണ്ട ഒന്നാണ് വെൽഹാർട്ട് എന്ന് പറയുന്ന ഉൽപ്പന്നം. അതിനെക്കുറിച്ച് 1-2 പ്രാവശ്യം അതിനെക്കുറിച്ച് മാത്രം തന്നെ ഈ സൂമിൽ തന്നെ ക്ലാസ് എടുത്തതുകൊണ്ട് അല്ലെങ്കിൽ പലരും പ്രതിപാദിച്ചതുകൊണ്ട് ആ ഭാഗത്തേക്ക് കടക്കുന്നില്ല. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നാം മനസ്സിലാക്കുക, നമ്മുടെ ഉൽപ്പന്നങ്ങൾ അതിമനോഹരവും അതോടുകൂടി മൂല്യങ്ങൾ എത്രയോ ഉള്ള ഒന്നാണ്. ഇനി ഇങ്ങനെ പറയുകയാണെങ്കിൽ ബ്ലഡ് പ്യൂരിഫയറെ കുറിച്ച്, അതുപോലെ തന്നെ ഒരുപാട് കഫ്നിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ സാധാരണ ഉണ്ടായിരിക്കേണ്ട ഒന്നാണ്. കഫ്നിൽ അതിന്റെ കഫം പുറന്തള്ളാൻ, ശരീരത്തിലുള്ള അണുബാധയെ പുറന്തള്ളാനൊക്കെ സാധിക്കുന്ന വലിയ ഒരു പ്രൊഡക്റ്റ് ആണ് എന്ന് നാം മനസ്സിലാക്കുക. അതുപോലെ തന്നെ സ്ത്രീ സംബന്ധമായ പ്രശ്നങ്ങൾക്ക് സൈക്ലോവ, വുമൺ കമ്പാനിയൻ പോലെയുള്ളത് അത് കൊടുക്കുക. പിന്നെ ഏറ്റവും കൂടുതൽ ഇന്നലെ വരെ ഒരു ആള് വിളിച്ചു ചോദിച്ച ഒരു കാര്യമാണ് നമ്മുടെ തൈറോയ്ഡ് പറ്റി. അതുകൂടെ ഒന്ന് പറഞ്ഞുകൊണ്ട്, ചെറിയ രൂപത്തിൽ തൈറോയ്ഡ് ഒന്ന് പറഞ്ഞുകൊണ്ട് ഈ സെഷൻ നമുക്ക് നിർത്താം. ഏറ്റവും നാം മനസ്സിലാക്കേണ്ട 2 വിധം തൈറോയ്ഡുകളാണ് സാധാരണ ഉണ്ടാവാറുള്ളത്. ഒന്ന് ഹൈപ്പർ തൈറോയ്ഡ്, മറ്റൊന്ന് ഹൈപ്പോ, ഏറ്റവും കുറഞ്ഞത്, കൂടിയത് എന്നർത്ഥം. ഇതിന്റെ ചില ലക്ഷണങ്ങളും ഇത് എന്തൊക്കെയാണ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കി തീർക്കുന്നത് എന്നുകൂടി നാം ചെറിയ രൂപത്തിൽ ഒന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് അറിയാം ഇന്ന് തൈറോയിഡ് എത്രമാത്രം വ്യാപിച്ചിട്ടുള്ളൂ. ഏകദേശം 10 ഇന്ത്യൻ മുതിർന്നവരിൽ 10 ആളുകളിൽ അത് 3 പേർക്കെങ്കിലും ഉണ്ട് എന്നതാണ് കണക്ക്. ഇന്ത്യയിൽ ഏകദേശം 42 ദശലക്ഷം ജനങ്ങൾക്കാണ് തൈറോയ്ഡ് തകരാറുകൾ സംഭവിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അത് തന്നെ 3 രോഗികളിൽ
അധിക 1/3 എന്ന് പറയുന്നത് അവരുടെ അവസ്ഥകൾ ഈ രോഗികൾക്ക് തന്നെ അറിയൂല. കൂടുതൽ ആളുകൾക്കും അറിയാത്തതാണ്. അതിൽ സ്ത്രീകളാണ് തൈറോയിഡിന്റെ ഏറ്റവും പ്രശ്നം അനുഭവിക്കുന്നവരും സ്ത്രീകളാണ്. ഇതൊക്കെ നാം മനസ്സിലാക്കി വെക്കേണ്ട കാര്യങ്ങളാണ്. അതോടുകൂടി തന്നെ എങ്ങനെയാണ് നമുക്ക് തൈറോയ്ഡ് ഉണ്ടോ എന്ന് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ, അതുപോലെ എന്താണ് അതിന്റെ പ്രവർത്തനങ്ങൾ, എന്താണ് അതുകൊണ്ട് നമുക്ക് സംഭവിച്ചു പോകുന്നത്, നമ്മുടെ ശരീരത്തിൽ ഇങ്ങനെ ഉണ്ടാകുന്ന അവസ്ഥയിൽ എന്താണ് തൈറോയിഡിന്റെ ഘടകങ്ങൾ എന്താണ് എന്ന് അറിയണം. ഒന്നത് അനുചിതമായ ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഭക്ഷണം ക്ലിയർ അല്ലാത്തത് കൊണ്ട്, സമ്മർദ്ദകരമായ ജീവിതശൈലി കൊണ്ട്, അതുപോലെ തന്നെ ജനിതക പ്രശ്നം കൊണ്ട്, ഗർഭധാരണ സമയത്തുള്ള പ്രശ്നങ്ങളൊക്കെ കൊണ്ടൊക്കെ നമുക്ക് ഇതുണ്ടാവാം. ഇത് കൂടുതൽ വിശദീകരിച്ചു പോവേണ്ട ഒരു അമൂല്യമായ ഒന്നാണ് നമ്മുടെ തൈ ഹെൽത്ത് എന്ന്. അതിനെക്കുറിച്ച് കൂടുതലൊന്നും വിശദീകരിക്കാതെ ഞാൻ എൻ്റെ ഈ ചെറിയ വിവരണം, കാരണം അതിലേക്ക് എത്തിയാൽ എവിടെയും എത്താത്ത ഒരു രൂപത്തിൽ ഉണ്ടാവുമെന്നും സമയദൈർഘ്യം അത് കൂടിപ്പോവുമെന്നൊക്കെ മനസ്സിലാക്കി ഇതിൽ സംഭവിച്ച അല്ലെങ്കിൽ ഇതിൽ പറഞ്ഞ കാര്യങ്ങളിൽ വല്ല സംശയം ഉണ്ടെങ്കിൽ ആർക്കെങ്കിലും അറിയുന്ന കാര്യങ്ങൾ സംശയ നിവാരണം നടത്താം. അതിനുള്ള ഒരു സമയം കൂടി നീക്കി വെച്ചുകൊണ്ട് ഇനി നമുക്ക് വല്ലതും ഇതിൽ തിരുത്താനോ പറയാനോ കൂട്ടിച്ചേർക്കാനോ ഉണ്ടെങ്കിൽ അഷ്റഫ് ദാറാനി ഉസ്താദിനെ പോലെയുള്ള ആളുകളൊക്കെ ഇതിൽ സന്നിധരായിട്ടുണ്ട്. അവർക്കൊക്കെ നമുക്കൊരു അവസരം കൊടുക്കാമെന്ന ഉദ്ദേശത്തോടു കൂടി ഞാൻ ഈ ചെറിയ വിവരണം നിർത്തുകയാണ്. എനിക്കിതിന് അവസരം തന്ന ദാറാനി ഉസ്താദിനും അതുപോലെ എൻ്റെ ലീഡേഴ്സിനും അതുപോലെ ഉമർ ഉസ്താദിന് അതുപോലെ ഹമീദ് ഉസ്താദ് തുടങ്ങിയിട്ടുള്ള എല്ലാവർക്കും കൂടെയുള്ള, അതുപോലെ തന്നെ കൂടെ ഒരുപാട് ആളുകൾ വളരെ സ്നേഹത്തോടു കൂടി എവിടെ വെച്ച് കണ്ടാലും പരിചയം പുതുക്കുന്ന, കെട്ടിപ്പിടിക്കുന്ന ഒരുപാട് ആളുകൾ ഇതിലുണ്ട്. എല്ലാവർക്കും ഒരുപാട് ആളെ തിരിച്ചറിയുന്നവരുണ്ട്. എല്ലാവർക്കും നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഞാൻ ഈ ചെറു വിവരണം നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുന്നു. എല്ലാവർക്കും നന്മ വരട്ടെ. വിജയികളിൽ നമ്മെ എല്ലാവരെയും നാഥൻ ഉൾപ്പെടുത്തട്ടെ. അസ്സലാമു അലൈക്കും. ജയ് ഹിന്ദ്, ജയ് മൈ ലൈഫ്.